മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുവകകൾ തട്ടിയെടുത്ത് അവരെ വഴിയാധാരമാക്കുന്ന വകുപ്പുകൾ വഖഫിലുണ്ടെങ്കിൽ, അതനുസരിച്ച് ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അതിനെതിരെയുള്ള നിയമ പോരാട്ടം പോലും സങ്കീർണമാണെങ്കിൽ അത് അനീതിയാണെന്ന് മുസ്ലിം സമുദായം പോലും സമ്മതിക്കുമല്ലോ. രാജ്യത്ത് പലയിടത്തും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അത്തരം അനീതിയുടെ കേരളത്തിലെ ഉദാഹരണമാണ് മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തേത്. കടലിൽ കഠിനാധ്വാനം ചെയ്ത് കിട്ടിയ തുച്ഛമായ തുക സ്വരുക്കൂട്ടി വെച്ച് കാരണവന്മാർ വില കൊടുത്തു വാങ്ങിയ ഭൂമിക്കാണ് വഖഫ് നിയമങ്ങളുടെ മറവിൽ പുതിയ അവകാശവാദങ്ങൾ ഉയരുന്നത്. പള്ളിപ്പുറം പഞ്ചായത്തിലെ മുനമ്പം, ചെറായി, പള്ളിപ്പുറം പ്രദേശങ്ങളിൽ താമസിക്കുന്ന 600-ലേറെ കുടുംബങ്ങളാണ് വഖഫ് ബോർഡിന്റെ ഭൂമി അവകാശ തർക്കത്തിൽ പ്രതിസന്ധിയിലായത്. 1902 ഗുജറാത്തിൽ നിന്നെത്തിയ അബ്ദുൾ സത്താർ മൂസ ഹാജി സേഠ് തിരുവിതാംകൂർ രാജാവിൽ നിന്ന് 404 ഏക്കർ ഭൂമി പാട്ടത്തിന് വാങ്ങിയിരുന്നു. ഈ കാലയളവിൽ കടൽ തീരത്തോട് ചേർന്ന് നിരവധി മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. ഇവരുടെ സ്ഥലം ഒഴിച്ചിട്ടതിനു ശേഷമാണ് 404.76 ഏക്കർ ഭൂമി പാട്ടത്തിന് കൊടുത്തത് എന്നതിന് രേഖകളുണ്ട്. അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാവകാശിയായ മുഹമ്മദ് സിദ്ദിഖ് 1948 ഈ ഭൂമി ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് വാങ്ങി. 1934 ശക്തമായ കാലവർഷവും കടലേറ്റവും മൂലം ഈ ഭൂമിയിൽ ഉൾപ്പെട്ട പണ്ടാരക്കടപ്പുറം എന്നറിയപ്പെട്ട ഭാഗം പൂർണ്ണമായും കടലെടുത്തു. കടൽ കയറി 114 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളവും മാത്രമായി ഈ സ്ഥലം ചുരുങ്ങി. മഹാരാജാവ് സേട്ടിന് പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമിയിൽ നല്ലൊരു ശതമാനവും കടലെടുത്തവയിലുണ്ടായിരുന്നു. എങ്കിലും പിന്തുടർച്ചാവകാശി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമിയിൽ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പുരയിടങ്ങളും ഉൾപ്പെട്ടു. മുഹമ്മദ് സിദ്ദിഖ് തന്റെ പേരിലാക്കിയ ഭൂമി 1950 നവംബർ 1 ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് നൽകി. കോളേജിന്റെ നിർമ്മാണത്തിനും അനുബന്ധ വികസനത്തിനുമാണ് സ്ഥലം നൽകിയത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും ഈ ഭൂമി ഉപയോഗിക്കരുത് എന്ന നിബന്ധനയും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. തുടർന്ന് 1989 മുതൽ ഫാറൂഖ് കോളേജ് പറഞ്ഞ തുക കൊടുത്ത് താമസക്കാരായ മത്സ്യത്തൊഴിലാളികൾ ഭൂമി വാങ്ങി ആധാരം ചെയ്തു. സമീപ പ്രദേശങ്ങളിൽ സെന്റിന് 100 രൂപയോ അതിൽ താഴെയോ വിലയുണ്ടായിരുന്ന ഘട്ടത്തിലാണ് സെന്റിന് 250 രൂപയ്ക്ക് ഇവർ ഭൂമി വാങ്ങിയത്. ഇങ്ങനെ വില നൽകി വാങ്ങിയ ഭൂമിയിലാണ് ഇപ്പോൾ വഖഫ് ബോർഡ് അവകാശം ഉന്നയിക്കുന്നത്. 2022 ജനുവരിയിൽ ഭൂമിയുടെ നികുതി അടയ്ക്കാൻ പ്രദേശവാസിയായ ഒരാൾ വില്ലേജ് ഓഫീസിൽ എത്തിയതോടെയാണ് വഖഫ് അവകാശവാദത്തെക്കുറിച്ച് ജനങ്ങൾ ആദ്യം അറിയുന്നത്. നികുതി വാങ്ങാൻ വില്ലേജ് അധികൃതർ അന്ന് തയ്യാറായില്ല. ഇയാളുടെ പേരിലുള്ള ഭൂമി വഖഫ് ഭൂമിയാണെന്ന് തഹസിൽദാറിൽ നിന്ന് ഉത്തരവുണ്ടെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് നികുതി അടയ്ക്കുന്നത് അനുവദിക്കാതിരുന്നത്. 2019 തന്നെ വഖഫ് ഭൂമിയാണെന്ന അവകാശവാദവും അതിന്മേലുള്ള നടപടികളും വഖഫ് ബോർഡ് ആരംഭിച്ചിരുന്നതായി പിന്നീടുള്ള അന്വേഷണത്തിൽ ബോധ്യമായി. ഇത് സംബന്ധിച്ച് ഭൂവുടമകൾക്ക് നോട്ടീസ് അയച്ചില്ലെന്നതും രഹസ്യ നീക്കങ്ങളുടെ സ്വഭാവം വ്യക്തമാക്കുന്നതായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തോളമായുള്ള കേവലം വഖഫ് അവകാശവാദത്തിൽ തീരുന്നതല്ല പ്രദേശവാസികൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ വ്യാപ്തി. കോടതി കയറിയ വിഷയത്തിന്റെ പേരിൽ ഇവർക്ക് തങ്ങളുടെ ഭൂമി വിൽക്കാനോ മക്കൾക്ക് കൈമാറാനോ ഈടുവെച്ച് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാനോ സാധിക്കാത്ത ഗുരുതരമായ സ്ഥിതി. രേഖകളിൽ ഭൂവുടമകളെങ്കിലും ഫലത്തിൽ അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരുന്നൊരു ദുരവസ്ഥ. ഇപ്പോൾ കരമടയ്ക്കാനോ വിൽക്കാനോ ഒന്നും സാധിക്കില്ല. കടപ്പുറം വേളാങ്കണ്ണി മാതാ പള്ളിയും വൈദിക മന്ദിരവും മഠവും സെമിത്തേരിയും ഒക്കെ ഇപ്പോൾ വഖഫ് വകയായി. ഈ കൊള്ളയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ പരത്തുകയാണെന്ന് പറഞ്ഞു കളയും. എന്തൊരു ദുരവസ്ഥയാണത്. ആടിനെ വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ചാണ് സ്ഥലം വാങ്ങിയത്. ഉള്ള സ്ഥലത്ത് നിന്ന് കുടിയിറങ്ങേണ്ടി വന്നാൽ രോഗിയായ ഭർത്താവിനെയും കൊണ്ട് ഞാൻ എവിടേക്ക് പോകും? പടിഞ്ഞാറ് കടലുണ്ട്, അവിടേക്ക് പോവുകയാണ് മുന്നിലുള്ള മാർഗം. ആത്മഹത്യയിൽ അഭയം തേടാൻ കാത്തിരിക്കുന്നവർ എന്നെപ്പോലെ ഇവിടെ എത്രയോ പേർ. എന്തിനാണ് വഖഫിന്റെ പേര് പറഞ്ഞ് പാവങ്ങളായ ഞങ്ങളോട് ഈ ക്രൂരത? വീടുകളിൽ പണിക്ക് പോയി ജീവിതം പുലർത്തുന്ന രതി അംബുജാഷിന്റെ വാക്കുകളാണിത്. ചോർന്നടിക്കുന്ന വീട് ഉൾപ്പെടെ സ്വന്തം പേരിലുള്ളത് 3 സെന്റ് ഭൂമി. ചികിത്സയ്ക്കും മറ്റുമായി പലരിൽ നിന്നായി വാങ്ങിയ കടങ്ങൾ തിരിച്ചു കൊടുക്കാനുണ്ട്. വൃക്കരോഗം ബാധിച്ച് ഭാര്യ ആനി മരിച്ചു. 2 മക്കളിൽ ഒരാളെയും രോഗം അലട്ടുന്നുണ്ട്. ആകെയുള്ള ഭൂമിയൊന്ന് വിൽക്കാനായെങ്കിൽ കടം വീട്ടി വല്ല അനാഥാലയത്തിലേക്കും പോകാമായിരുന്നു. മുനമ്പത്തെ കോഴി വിൽപ്പനക്കടയിൽ തൊഴിലെടുക്കുന്ന പുന്നക്കപ്പറമ്പിൽ മാത്യുവിന്റെ വാക്കുകൾ ആര് കേൾക്കും? 63-കാരനായ ജോളിക്ക് പഴയതുപോലെ അധിക സമയം മത്സ്യബന്ധനത്തിന് പോകാനാവുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളും ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളുമെല്ലാം അലട്ടുന്നതിനിടയിലാണ് തങ്ങളുടെ കിടപ്പാടം വഖഫ് ഭൂമിയാണെന്ന അവകാശവാദത്തിന്റെ കാർമേഘങ്ങൾ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് മീതെ എത്തിയത്. ആകെയുള്ള 6 സെന്റും കടലിലെ പണിയും ജോളിക്കും ഭാര്യ റോസിക്കും അതാണ് ജീവിതം. അതുകൂടി നഷ്ടമാകുമോ എന്ന ആശങ്ക ഈ കുടുംബത്തെ വല്ലാതെ അലട്ടുന്നു. മുനമ്പത്ത് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലം ഫാറൂഖ് കോളേജിന് ദാനമായി ലഭിച്ച ഭൂമിയെന്ന് കോടതി വിധിയുള്ളതാണ്. അത്തരമൊരു ഭൂമി വഖഫായി പരിഗണിക്കാനാവില്ല. വഖഫായി നൽകുന്ന ഭൂമിക്ക് നൽകുന്നയാൾ എന്തെങ്കിലും നിബന്ധനകൾ വെക്കില്ല. കോളേജിന് രജിസ്റ്റർ ചെയ്ത് നൽകിയ ഭൂമിയിൽ സേഠ് നിബന്ധനകൾ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വഖഫ് അവകാശവാദം നിലനിൽക്കുന്നതല്ല. തങ്ങളുടെ ഭൂമിയിൽ വഖഫ് അവകാശം ഉന്നയിച്ചിട്ടുള്ള വിഷയം അധികാരികൾ പ്രദേശവാസികളായ ഭൂവുടമകളിൽ നിന്ന് മറച്ചുവെച്ചു. 2022 ഒരാൾ നികുതി അടയ്ക്കാൻ എത്തിയപ്പോഴാണ് ഇക്കാര്യം പുറത്തറിയുന്നത്. ഇത് ചട്ടവിരുദ്ധമാണ്. ഇതൊക്കെയാണ് മുനമ്പം നിവാസികളുടെ വാദങ്ങൾ. വഖഫ് ആക്ട് 1995 40-ാം അനുച്ഛേദം അനുസരിച്ച് ആരെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അവർക്കത് സ്വന്തമാക്കാം. ഇടപെടാൻ ഹൈക്കോടതിക്ക് പോലും പരിമിതമായ അധികാരമേ ഉള്ളൂ.
പരാതിക്കാർ വഖഫ് ട്രിബ്യൂണലുകളെയാണ് സമീപിക്കേണ്ടത്. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള വഖഫ് ബോർഡിന്റേതായി നിലവിൽ 8.7 ലക്ഷം വസ്തുവകകളിലായി ഏകദേശം 1.2 ലക്ഷം കോടി രൂപ വില വരുന്ന 9.4 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്. ആ ഭൂമിയുടെ എല്ലാം ചരിത്രത്തെക്കുറിച്ചല്ല, തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി നഷ്ടപ്പെട്ട മനുഷ്യരുടെ വർത്തമാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആരാണ് യഥാർത്ഥ ഇരകൾ? അവരെ സംരക്ഷിക്കാൻ സർക്കാരിനുള്ള പദ്ധതി എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിശബ്ദത പാലിക്കുന്നത്? മുസ്ലിം സമൂഹവും ഈ അനീതിയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതല്ലേ? മുനമ്പത്തെ 650ഓളം കുടുംബങ്ങളെ അവരുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ നിൽക്കുന്നവർ തങ്ങളെ പേടിക്കേണ്ടെന്ന് പറയുന്നതിനോളം നുണ മറ്റെന്തുണ്ട്?